कृष्ण बलराम कृष्ण बलराम बोलो कृष्ण बलराम कृष्ण बलराम। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. സോ എല്ലാവർക്കും ഇന്നത്തെ ആ, ആ, ജപ മഹാത്മ്യ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇന്നത്തെ സെഷന് വേണ്ടി തയ്യാറ് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മള് ഒരു സ്റ്റോറി ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടായിരുന്നു. അതില് ഒരു ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിന്റെ അടുത്ത് പോയി ഒരുപാട് വർഷങ്ങളുടെ സേവനത്തിന് ശേഷം ഗുരു ശിഷ്യനോട് പറയുന്നു, എല്ലാ ഈ നോളേജും നിന്റെ സർവീസിന്റെയും എല്ലാത്തിന്റെ എസൻസ് എന്താണെന്ന് ഞാൻ നിന്റെ അടുത്ത് ഇന്ന് നിന്റെ ഒരുപാട് വർഷങ്ങളുടെ സേവനത്തിൽ ഞാൻ വളരെ പ്രസന്നനാണ്. ആ സേവനത്തിന്റെ നിനക്ക് ആധ്യാത്മ ജ്ഞാനത്തിന്റെ എസൻസ് ഞാൻ ഇന്ന് പറയാം എന്ന് പറഞ്ഞ് ഗുരു അവന്റെ അടുത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ശിഷ്യൻ അത് കേട്ട് വളരെ പ്രസന്നനായി ഗുരുവിന്റെ ആശ്രമത്തിൽ നിന്നും പുറത്തേക്ക് കുറച്ച് സർവീസിനായി പുറത്തേക്ക് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് പലരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. കുറെ പേര് കാഷ്വലായിട്ട് അയാളെ വിഷ് ചെയ്യുന്നു, ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശിഷ്യൻ വളരെ അധികം ഒരു സംശയം ഉള്ളിൽ ജാഗ്രതനാവുന്നു. അതില് ശിഷ്യന് തോന്നുന്നു, ഈ മന്ത്രം എല്ലാവർക്കും അറിയാലോ, എനിക്ക് വളരെ രഹസ്യമായി ഗുരു പറഞ്ഞു തന്ന ഈ മന്ത്രം കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് എന്നൊരു ഡൗട്ട് ശിഷ്യന്റെ ഉള്ളിലുണ്ടാകും. അപ്പം ശിഷ്യൻ വീണ്ടും ഗുരുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. പോയി ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും, താങ്കൾ തന്ന ഈ മന്ത്രം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഈ വില്ലേജിലുള്ള എല്ലാവർക്കും ഈ മന്ത്രം അറിയാം, അപ്പൊ ഇതിൽ എന്താണ് ഇത്ര ഗുഹ്യമായ കാര്യം എന്തുവാണ് എന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും. ഗുരു ശിഷ്യൻ ഒരു സ്റ്റോൺ കൊടുക്കും, ഒരു കല്ല് കൊടുക്കും. എന്നിട്ട് ശിഷ്യന്റെ അടുത്ത് പറയും, ഈ കല്ലിന്റെ മൂല്യം എന്താണെന്ന് നീ കണ്ടുപിടിച്ചോണ്ട് വരാൻ പറയും. പക്ഷെ ഇത് പലർക്കും വിൽക്കാൻ ശ്രമിക്കൂ, പക്ഷെ ആർക്കും ഇത് കൊടുക്കരുത്, എൻ്റെ അടുത്ത് ചോദിക്കാതെ ഇത് അവർക്ക് വിൽക്കരുത്, പക്ഷെ നീ എല്ലാവരുടെ അടുത്തും ചോദിക്കാം, ഈ കല്ലിന്റെ മൂല്യം എന്താണെന്ന് ചോദിക്കുന്നു ഒരു കല്ല് കൊടുത്തു. ആദ്യം ശിഷ്യൻ വഴിയിലൂടെ പോകുമ്പോൾ കുറെ കുട്ടികളെ കണ്ടു, കുട്ടികൾ കളിക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഈ കല്ല് കൊടുത്തു. കുട്ടികള് അതിനൊരു മൂല്യവും കൽപ്പിച്ചില്ല. അവർ കളിക്കുന്നതിന്റെ കൂട്ടത്തില് കളിക്കാനായിട്ട് ഒരു കല്ലായിട്ട് കൺസിഡർ ചെയ്തു, തിരിച്ചു മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുന്ന നേരം ഒരു വ്യാപാരിയെ കണ്ടു. വ്യാപാരിക്ക് ഈ കല്ല് കൊടുത്തപ്പം വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അയാൾ ഉപയോഗിക്കാൻ തുടങ്ങി, തിരിച്ചു മേടിച്ചു. വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഈ കല്ലിന് പ്രതിഫലമായി എന്ത് കിട്ടും എന്നറിയാൻ വേണ്ടി അയാൾ വീണ്ടും പലരെ അപ്രോച്ച് ചെയ്തു. അവസാനം ഒരു സ്വർണ്ണക്കടക്കാരന്റെ അടുത്തെത്തി. സ്വർണ്ണക്കടക്കാരൻ ഈ കല്ലിന് വളരെ സൂക്ഷ്മമായി അനലൈസ് ചെയ്തതിനു ശേഷം അയാൾ പറഞ്ഞു, ഈ കല്ലിന് പകരമായി എൻ്റെ ഈ മുഴുവൻ ജ്വല്ലറി ഷോപ്പ് താങ്കൾക്ക് ഞാൻ തരാൻ റെഡിയാണ്. ഈ പുള്ളി ശിഷ്യൻ വളരെയധികം അമേസ്ഡ് ആയിപ്പോയി. കാരണം ഇത്രയും ഒരു ചെറിയൊരു കല്ലിന് വേണ്ടി ഈ മുഴുവൻ ജ്വല്ലറി ഷോപ്പ് എങ്ങനെ അതിന് തരുന്നത് എന്നാലോചിച്ച് എങ്കിലും ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിക്കാതെ ആ കല്ല് കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ അയാൾ ആ കല്ലും കൊണ്ട് ഗുരുവിന്റെ അടുത്ത് പോകും. ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കുന്നു, ഈ കല്ലിന് പ്രതിഫലമായി ഒരു ജ്വല്ലറി ഷോപ്പ് ഉടമ പറഞ്ഞു മുഴുവൻ ഷോപ്പ് തരാം. ഗുരു പറഞ്ഞു, ഈ കല്ലിന്റെ മൂല്യം എന്തെന്ന് അയാൾക്ക് പോലും അറിയില്ല. കാരണം ഈ കല്ല് ഒരു പാരസ് മണിയാണ്. പാരസ് മണി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മണിയാണ്. ഇത് എവിടെ ടച്ച് ചെയ്താലും അത് ഗോൾഡായി മാറും, അത് സ്വർണമായി മാറും. സോ
കല്ലിന്റെ വില പലർക്കും പലതരത്തിലാണ്. കാരണം അവരുടെ അറിവിനനുസരിച്ച് ആ കല്ല് റെസിപ്രൊക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ വാല്യൂ അത്ര അത്ര മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കൂ. ആ അത്രമാത്രം നമുക്ക് നോളേജ് ഉണ്ടോ ആ ലെവലിൽ പ്രൊപ്പോർഷണലായിട്ടേ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ വാല്യൂ മനസ്സിലാക്കാൻ ഒക്കും. സോ ഹരിനാം ചിന്താമണി 2.34 ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ഹരിദാസ് ഠാക്കൂർ, ചൈതന്യ മഹാപ്രഭു और ഹരിദാസ് ഠാക്കൂർക്ക് തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ ഹരിദാസ് ഠാക്കൂർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വേഴ്സ് വായിക്കാം. നാമസമവസ്തുനയി ഏ ഭാവ സംസരാ നാമസ്യേ പരമം ധാന കൃഷ്ണേര ഭാദര. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ മുഴുവൻ ഈ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ഭഗവാന്റെ ട്രഷർ ഹൗസ്, ഭഗവാന്റെ ഖജാനയിലെ ഏറ്റവും മൂല്യമായ എന്താണോ അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇത് ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിനോടുള്ള കോൺവെർസേഷനിൽ. അതിന്റെ നെക്സ്റ്റ് വേഴ്സിൽ ഇത് ഫർദർ കണ്ടിന്യൂ ചെയ്യാണ്. ജീവനിജേ ചിത്ത വ്യാപാരേ കൃഷ്ണനാമ ആരേ ആരസഭ പ്രപഞ്ചികേ ജഗത് സംസാരേ. മീൻസ് ഈ ജന്മമൃത്യു ഈ സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഈ ജഗത്തില് രണ്ട് വസ്തുക്കൾക്കേ ജീവനുണ്ട്. ഒന്ന് ജീവാത്മാവ്, രണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം और ഭഗവാൻ और ഹരേ കൃഷ്ണ മഹാമന്ത്രമേ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ട് വസ്തുവെ ഇവിടെ ജീവതത്വത്തിൽ വരുന്നു. രണ്ട് വസ്തുവിനെ ചേതനയുള്ളൂ. ഒന്ന് ഭഗവാൻ, ഒന്ന് ആത്മാവ്. ബാക്കിയെല്ലാം ഡെഡ്, ബാക്കിയെല്ലാം അചേതൻ വസ്തുവാണ്. സോ എത്രമാത്രം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഈ വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അത്ര മാത്രമേ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് വളരെ അറ്റൻറ്റീവായിട്ട് നാം ജപം ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ നാം ജപത്തിന്റെ മഹത്വത്തിനെ കുറിച്ച് നെക്ടർ ഓഫ് ഡിവോഷനിൽ ഒരു വേഴ്സ് ഉണ്ട്. ആ വേഴ്സിൽ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ നാമജപത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അത് ഈ വേഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ നാമജപത്തിന്റെ മുഴുവൻ ശക്തി നമ്മൾ ആക്സസ് എങ്ങനെ ചെയ്യുന്നു. ഷായത് കൃഷ്ണ നാമ ചേത്രേ സിയ അവിദ്യ ഹിതോസം രസന്യച്ച रोचिकनु किन्तु आतरात् अनुदिनं कौलवै वसिष्ठ्य स्वाध्ये क्रमाद भवति तत्कथा मूलहन्त्री. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ക്വാളിറ്റീസ്, പാസ്റ്റ് ടൈംസ്, ഇതെല്ലാം ഒരു ഷുഗർ കാൻഡി കണക്ക് മധുരമാണ്. പക്ഷേ ഇപ്പം നമുക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തിയുടെ ടങ് ഇതിനെ എങ്ങനെയാണോ ഒരു ഷുഗറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കാത്തത്, അതുപോലെ തന്നെ അവിദ്യാരൂപി ഡിസീസ്ഡ് കണ്ടീഷനിൽ വ്യക്തിക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? കിന്തു ആദരാത് അനുദിനം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എപ്പോഴാണോ ഒരു വ്യക്തി എല്ലാ ദിവസവും റെസ്പെക്ട്ഫുള്ളി ഓർ റെവറൻസ് കേസാണ്, റെവറൻസും റെസ്പെക്റ്റും, ആദർ ഓർ റെസ്പെക്ട്, ആദർ റെവറൻസ്, ഈ രണ്ട് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാൻറ്റ് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ എപ്പോഴാണ് റെസ്പെക്റ്റും റെവറൻസും കൊണ്ട് നമ്മൾ നാമജപം ജപിക്കുന്നത്, അപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഗ്രാജുവലി അതിന്റെ സ്വീറ്റ്നെസ്സും അതിന്റെ ശക്തിയും ബ്ലോസം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ റെസ്പെക്ട് ആൻഡ് റെവറൻസ്, ഈ രണ്ട് പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ റെസ്പെക്ട് എപ്പോഴാണ് ചെയ്യുന്നത്? റെസ്പെക്ട്
അപ്പോഴാണ് ചെയ്യുന്നത് നമുക്ക് ആ വസ്തുവിനെ കുറിച്ചോ ആ വ്യക്തിയെ കുറിച്ചോ ആ പ്രോസസ്സിന്റെ വാല്യൂ മനസ്സിലാക്കും. അപ്പം വാല്യൂ മനസ്സിലാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകം ഈ ഒന്നാമത്തെ വേഴ്സിൽ തന്നെ ഈ 7 തരത്തിലുള്ള ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ഡെയിലി നാമജപം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ആ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ആ ശിഷ്ടാഷ്ടകത്തിന്റെ ഒന്നാമത്തെ വേഴ്സിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ വേഴ്സിന്റെ ഓരോരോ 7 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സിനെ കുറിച്ച് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെയാണ് ചേതോ ദർപ്പണ മാർജനം. ചേതോ ദർപ്പണ മാർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഇന്റലിജൻസ്, ഫാൾസ് ഈഗോ, ഒരു ദുഷിത് ചേതന, ഇതിനെ എല്ലാത്തിനെയും കൂടി പറയുന്നതാണ് ചിത്തം. ചേതോ ദർപ്പണ മാർജനം. സോ ഒരു മിററിൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ആയി വളരെ വർഷങ്ങളോളം അതിൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ആയ നമ്മളെ തന്നെ നോക്കാൻ ശ്രമിക്കുകയാണ് മിററിൽ, എങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കാണാനൊക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ അവസ്ഥയിൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, ഭഗവാൻ ആരാണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ചേതന ഡെവലപ്പ് ആയിട്ടില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഡെയിലി നമ്മൾ ജപിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നത്, ഈ ചിത്തം സ്ലോലി ക്ലീൻ ചെയ്യാൻ തുടങ്ങും. സ്റ്റാർട്ട് ക്ലീൻസിങ്. ഭവമഹാധാവാഗ്നി നിർവാപണം. ഭവമഹാധാവാഗ്നി നിർവാപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്തം ക്ലീൻസിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാസ്തവികതയില് നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ആരാണ് എന്താണെന്നുള്ളത് അറിവ് നമ്മളിലേക്ക് ഇത് സഹജമായി നമ്മളിലേക്ക് സ്റ്റാർട്ട് ചെയ്യും, അത് ഉത്ഭവിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ വേൾഡില് ഭവമഹാധാവാഗ്നി എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ഫോറസ്റ്റ് ഫയർ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റ് ഫയർ മീൻസ് 4 പ്രോബ്ലംസും 3 മിസ്റ്ററീസും. ഇത് കാരണം ഈ വേൾഡ് ഒരു വളരെ ദുഃഖാലയം അശാശ്വതമായി തീർന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ അവസ്ഥയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കുന്നില്ല. കാരണം നമ്മളുടെ ക്ലിയർ കട്ട് ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലാണ്. എപ്പോഴാണോ വ്യക്തിയുടെ ചേതന ക്ലീൻസ് ആവുന്നത്, അപ്പോൾ അയാൾക്ക് ഈ വേൾഡിന്റെ മിസറബിൾ സിറ്റുവേഷനെ കാണുവാനും അതിന്റെ ഒരു സൊല്യൂഷൻ മനസ്സിലാക്കാനും പറ്റും. ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഫോറസ്റ്റിൽ വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായി. തീപിടുത്തത്തിൽ മുഴുവൻ ഫോറസ്റ്റ് കത്തുകയാണ്. അതിനെ ആക്ച്വലി റിമൂവ് ചെയ്യണമെങ്കിൽ സിംപ്ലി പോയി വെള്ളം ഒഴിച്ചോ അങ്ങനെയൊന്നും ഒക്കത്തില്ല. സിംപ്ലി മനുഷ്യന്റെ ശ്രമത്തിൽ നിന്നും ഒക്കത്തില്ല. എങ്കിലൊരു വലിയൊരു മഴ ആ ഫോറസ്റ്റിന് മുകളിൽ പെയ്യുകയാണെങ്കിൽ മുഴുവൻ തീപിടുത്തവും നിന്നു. അതേ കണക്ക് തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പം ഭഗവാന്റെ കൃപ കൊണ്ട് ഈ ഭവമഹാധാവാഗ്നി 4 പ്രോബ്ലംസും 3 മിസറീസും സ്ലോലി ഗ്രാജുവലി എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ തുടങ്ങും. ഇത് റിമൂവ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ലൈഫിൽ നിന്ന്. കാരണം പ്രോബ്ലംസ് അവിടെ തന്നെ കാണും, പക്ഷെ നമ്മുടെ ചേതന ആ ലെവലിലേക്ക് വരും. നമുക്ക് ഈ പ്രോബ്ലംസിനെ ചെറുതായി കാണാനും, കാരണം നമ്മുടെ ചേതന ആത്മാവിൽ സ്ഥിരമാകും. ശ്രേയ കൈരവ ചന്ദ്രിക വിതരണം. ശ്രേയ കൈരവ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു ചന്ദ്രന്റെ പ്രഭയില് ഒരു ലോട്ടസ് എങ്ങനാണോ പുഷ്പിക്കുന്നത്, അതേ കണക്ക് തന്നെ സങ്കുചിത ചേതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേതന ഇപ്പം വളരെ ഡോർമെന്റ് ആയിരിക്കുകയാണ്. ഇത് സ്ലോലി അവേക്കൺ ചെയ്യാൻ തുടങ്ങും. ഈ അവേക്കണിങ് സ്ലോലി എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും. ഇത് പല പല സ്റ്റേജസ് ആണ്, പല പല റിസൾട്ട്സ് ആണ്. ചാൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. നാലാമത്തെന്ന് പറഞ്ഞാൽ വിദ്യാവധു ജീവനം. സോ ഭക്തിയുടെ 2 മക്കളാണ് നോളേജും റിനൗൺസിയേഷനും, വിദ്യയും വൈരാഗ്യവും. അപ്പം നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഷണൽ നോളേജ്. ഞാൻ ആരാണ്, ഭഗവാൻ എന്താണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ആ ശാശ്വതമായ സംബന്ധം എന്താണ്, ഈ നോളേജ് നമ്മളിലേക്ക് അവേക്കൺ ചെയ്യാൻ. അപ്പൊ അർത്ഥവും അനർത്ഥവും നമുക്ക് തിരിച്ചറിയാനൊക്കും. എന്താണ് വാല്യുബിൾ, എന്താണ്
അവിദ്യ എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പം അതുകൊണ്ടുണ്ടാവുന്ന റിനൗൺസിയേഷൻ, ഈ രണ്ടെണ്ണവും നമ്മളിൽ വരും. കാരണം അതുകൊണ്ട് നമുക്ക് തെറ്റായ കാര്യങ്ങൾക്ക് നോ പറയാനുള്ള ശക്തി കിട്ടും. കാരണം നമുക്ക് ശരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് ആക്ച്വലി റിയലൈസ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആനന്ദാംബുതി വർധനം. ആനന്ദാംബുതി വർധനം, ആനന്ദം, ആനന്ദ എന്ന് പറഞ്ഞാൽ ഇത് ആത്മാവിന്റെ സ്ഥലത്തില് ഒരു ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യും. അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ഇത് ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ് ഡിസ്ട്രസ്സിൽ വരുന്നതല്ല. ഇത് ആത്മാവ് സഹജമായി ഭഗവാനുമായി ഉള്ള അതിന്റെ കണക്ഷൻ റിവൈവ് ചെയ്യുന്നത് കൊണ്ട് അതിലൊരു ഹാപ്പിനെസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതൊരു ചെറിയ ഒരു സീഡ്, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഒരു വലിയ ഒരു വടവൃക്ഷം ത്തിന്റെ എല്ലാ ഇൻഗ്രീഡിയന്റും ഒരു ചെറിയ സീഡിലുണ്ട്. അതേ കണക്ക് തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ മുഴുവൻ സ്പിരിച്വൽ വേൾഡിനെ അവേക്കൺ ചെയ്യാനുള്ള മുഴുവൻ ശക്തിയും ആ സീഡിലുണ്ട്. അത് അവേക്കൺ ചെയ്യാൻ തുടങ്ങും. ആനന്ദാംബുതി വർധനം. വർധനം മീൻസ് ഇറ്റ് സ്റ്റാർട്ട് അവേക്കനിങ്. പ്രതിപഥം മീൻസ് എവരി സ്റ്റെപ്പ്. പ്രതിപഥം പൂർണ്ണാമൃത സ്വാദനം. ഈ സ്റ്റേജിലാണ് നമ്മൾ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആക്ച്വൽ ടേസ്റ്റ് നമ്മൾ എവറി സ്റ്റെപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. സർവാത്മസ്തപനം. സർവാത്മസ്തപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തപനം മീൻസ് നമ്മൾ ഡെയിലി സ്തപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കുളിച്ച്, ഒരാൾ കുളിച്ച് പുറത്തേട്ട് ഇറങ്ങി കഴിയുമ്പോൾ അയാൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നത് കണക്ക് ആത്മാവ് മൊത്തത്തില് ക്ലീൻസ്ഡ് ആവും. അതിന്റെ തെറ്റായ പലതരം ലെയേഴ്സ് ഓഫ് ഐഡന്റിറ്റിയിൽ നിന്ന് അത് മാറി അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻസ് ആയി അത് കംപ്ലീറ്റ് ആയി സോൾ അവേക്കൺ സ്റ്റേറ്റിലേക്ക് വരും. ഈ 7 ബെനിഫിറ്റ്സിനെ കുറിച്ച് ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിൽ ഫസ്റ്റ് വേഴ്സിൽ പറയുന്നത്. ഫസ്റ്റ് വേഴ്സിൽ ഇതുകൊണ്ടാണ് പറയുന്നത്, കാരണം ഈ 7 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമ്പം നമ്മൾ വാല്യൂ ചെയ്യാൻ തുടങ്ങും. എന്തുമാത്രം നോളേജ് നമ്മൾ അക്വയർ ചെയ്യുന്നു അത്രമാത്രം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ വാല്യൂ ചെയ്യും. അതാണ് ഈ ജസ്റ്റ് എൻ ആക്ട് ഓഫ് ഇൻസ്ട്രക്ഷനിലെ ഈ കിന്തു ആദരാത് അനുദിനം. കിന്തു ആദരാത് നമ്മൾ എന്തിനാ നമ്മൾ അപ്പോഴാണ് റെസ്പെക്ട് ചെയ്യുന്നത് എപ്പോൾ നമുക്ക് നോളേജ് കിട്ടുമ്പോൾ, നമുക്ക് മനസ്സിലാവുമ്പോൾ ഇത് എന്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ വാല്യൂ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡെയിലി നമ്മൾ വാല്യൂവിനോടൊപ്പം നാമജപം ചെയ്യുമ്പം ഈ 7 ബെനിഫിറ്റ്സ്, ഈ 7 അവേക്കനിങ് നമ്മളിൽ ഉണ്ടാവാൻ തുടങ്ങും. ഹരേ കൃഷ്ണ.